ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഓൾ സൊല്യൂഷൻ പോർട്ടലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സുധീർ കബീർ. ഞാനിന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മെസ്സേജിങ് ആപ്ലിക്കേഷനാണ് വാട്സാപ്പ്. ഓരോ അപ്ഡേറ്റ്സും പുതിയത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് വാട്സാപ്പ് എന്ന് പറയുന്ന ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആപ്ലിക്കേഷൻ. അപ്പോൾ വാട്സാപ്പിൻ്റെ അകത്ത് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ചാറ്റ് ലിസ്റ്റുകളൊക്കെ ലോഡ് ചെയ്യാൻ വേണ്ടി ടൈം എടുക്കുക. ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ ഫേസ് ചെയ്യാറുണ്ട്. അതിന് പുതിയ പരിഹാരവുമായി വാട്സപ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ആ പരിഹാരം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ താങ്കളുടെ ഡിവൈസുകളിലേക്ക് നേടാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. നമ്മുടെ വാട്സാപ്പിൻ്റെ അകത്ത് ഏറ്റവും പുതിയതായിട്ട് അവർ അവതരിപ്പിക്കുന്ന ഫീച്ചർ ബീറ്റ ഇൻഫോ എന്ന് പറയുന്ന വെബ്സൈറ്റാണ് നമ്മളിലേക്ക് പലപ്പോഴും എത്തിക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ അവരുടെ പുതിയ അപ്ഡേറ്റ് അനുസരിച്ചുകൊണ്ട് ബീറ്റ ഇൻഫോയുടെ റിപ്പോർട്ട് പ്രകാരം വാട്സാപ്പിലേക്ക് പുതിയതായിട്ട് വരുന്ന ഫീച്ചർ വാട്സാപ്പിൻ്റെ അകത്ത് ഒരു സ്പ്ലാഷ് സ്ക്രീൻ അവർ യൂസ് ചെയ്യാൻ പോവുകയാണ്. അതായത് നോർമലി നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ചാറ്റ് ലിസ്റ്റുകൾ അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റുകളൊക്കെ ഒരുപാടുള്ള ആളുകൾക്ക് ഇത് ശരിക്കും ഫേസ് ചെയ്യാറുണ്ട്. ഞാനൊക്കെ പലപ്പോഴും ഫീൽ ചെയ്യാറുള്ള കാര്യമാണ്. വാട്സപ്പ് ലോഡ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഫസ്റ്റ് സ്ക്രീൻ ഒരു സ്പ്ലാഷ് സ്ക്രീൻ, ഇപ്പോൾ നമ്മൾ പല ആപ്ലിക്കേഷനുകളും ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു വെൽക്കം സ്ക്രീനോ അതുപോലെ എന്തെങ്കിലും നമ്മൾ കാണാറുണ്ട്. ഇതേ സെയിം തന്നെ ഒരു ബ്ലാങ്ക് സ്പ്ലാഷ് സ്ക്രീനിൽ വാട്സപ്പിൻ്റെ ലോഗോയോടുകൂടി വാട്സപ്പ് പുതിയൊരു സ്പ്ലാഷ് സ്ക്രീൻ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി ബീറ്റയിലേക്ക് ഇത് വരുന്നുണ്ട് എന്ന് തന്നെയാണ്. ബീറ്റ വെർഷൻ യൂസേഴ്സിന് ഇത് ഉടൻ തന്നെ അവൈലബിൾ ആകും എന്നുള്ളതാണ് ബീറ്റ ഇൻഫോ എന്ന നമ്മുടെ വെബ്സൈറ്റിലൂടെ നിലവിൽ അറിയിച്ചിട്ടുള്ളത് അത്തരത്തിലാണ്. അപ്പോൾ ഉടൻ തന്നെ എല്ലാ വാട്സാപ്പ് യൂസേഴ്സിനും ഈ ഒരു ഫീച്ചർ ലഭിക്കും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് വാട്സാപ്പിൽ ചാറ്റ് ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈം അത് വളരെയധികം റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ആൻഡ്രോയിഡിലെല്ലാം ആക്ടിവിറ്റീസും യൂസ് ചെയ്യുമ്പോൾ ഒരു ആക്ടിവിറ്റി മറ്റൊരു ആക്ടിവിറ്റിയായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്പ്ലാഷ് സ്ക്രീൻ എന്ന ഒരു പ്രത്യേകമായ ഒരു ആക്ടിവിറ്റി ഇവിടെ ലോഞ്ച് ആയതിനു ശേഷമാണ് പിന്നീട് രണ്ടാമതാണ് വാട്സാപ്പിൻ്റെ ചാറ്റ് ലിസ്റ്റ് ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വാട്സാപ്പ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ വാട്സാപ്പ് നമ്മുടെ ഫോണിനെ ഓവർലോഡ് ചെയ്യാതെ ഈ ഒരു സ്പ്ലാഷ് സ്ക്രീൻ മാത്രം ലോഡ് ചെയ്യുക. അതിനുശേഷം ഇത്ര സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മളുടെ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ചാറ്റ് ലിസ്റ്റ് ഫുള്ളായിട്ട് ലോഡ് ചെയ്ത് വാട്സാപ്പ് ആപ്പിൻ്റെ ഉള്ളിൽ നിന്നും നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് തരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബീറ്റ ഇൻഫോയുടെ അപ്ഡേറ്റ് അനുസരിച്ചിട്ടുള്ള വിവരം. അപ്പോൾ എല്ലാവർക്കും ഈ വിവരം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആദ്യമേ തന്നെ ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സുകൾ അപ്പോൾ അറിയുക. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.